നമസ്കാരം. തെക്കൻ ലെബനനിൽ ശനിയാഴ്ചയുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ലെബനീസ് സൈന്യത്തിലെ മുതിർന്ന കമാൻഡർ ഉൾപ്പെടെ 3 സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. നബാത്തിയ മേഖലയിലെ റോഡിലൂടെ സഞ്ചരിക്കായിരുന്ന സൈനിക വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് ലെബനീസ് സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. അതേസമയം മേഖലയിൽ സംഘർഷം കടക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേന സാധാരണക്കാരോട് മാറി താമസിക്കാൻ ആവശ്യപ്പെട്ട് പുതിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതിർത്തി മേഖലകളിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെയും ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ്. നബാത്തിയ മേഖലയിലെ കഫർ തെബിനിറ്റിനും ഖർദാലിക്കും ഇടയിലുള്ള റോഡിലൂടെ സഞ്ചരിക്കായിരുന്ന സൈനിക വാഹനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഈ ആക്രമണത്തിലാണ് ഒരു ബ്രിഗേഡിയർ ജനറലും ക്യാപ്റ്റനും ഒരു സൈനികനും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതെന്ന് ലെബനീസ് സായുധ സേന വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിലാണ് ലെബനീസ് സൈന്യം പ്രതികരിച്ചത്. ലെബനനും അവിടുത്തെ ജനങ്ങൾക്കും സൈന്യത്തിനുമെതിരെ ഇസ്രായേൽ തുടരുന്നതും ആസൂത്രിതമായ ആവർത്തിച്ചുള്ളതുമായ ആക്രമണങ്ങൾ ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെയും വിശ്വാസത്തെയും ഉറപ്പിനെയും ശക്തിപ്പെടുത്തുകയുള്ളൂ. അതിർത്തിയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും സമഗ്രമായ വെടിനിർത്തൽ നടപ്പാക്കാനും അധിനിവേശ ലെബനീസ് പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതിലേക്കുള്ള എല്ലാ അന്താരാഷ്ട്ര ശ്രമങ്ങളെയും തകർക്കുകയാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്നതെന്നും ലെബനീസ് സൈന്യത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളുടെ സൈന്യത്തിന് നേരെ ഹിസ്ബുള്ളയുടെ ആക്രമണ സാധ്യത നിലനിൽക്കുന്ന സജീവമായ യുദ്ധമേഖലയിലൂടെ സംശയാസ്പദമായ രീതിയിൽ നീങ്ങിയ വാഹനം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നാണ് വിശദീകരിക്കുന്നത്. മുൻകൂട്ടി അനുമതി വാങ്ങാതെയാണ് വാഹനം ഈ മേഖലയിലൂടെ സഞ്ചരിച്ചതെന്നും സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണെന്നും ഇസ്രായേൽ അധികൃതർ അറിയിച്ചു. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ നിന്ന് ലെബനീസ് സൈന്യം പൊതുവെ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. നിലവിലെ സംഘർഷങ്ങളിലും ഇവർക്ക് പങ്കില്ല. വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ മറ്റൊരു ഇസ്രായേൽ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടതായി ലെബനൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നബാത്തിയയിലെ സെബ്ദൈൻ നഗരത്തിൽ നടന്ന ആക്രമണത്തിൽ ഒരു സ്ത്രീയും റിസാൽ അസോസിയേഷനിലെ ഒരു പാരാമെഡിക്കും ഉൾപ്പെടെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ 2 പാരാമെഡിക് ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയായ അമർ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായതെന്ന് മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ ശക്തമാക്കുന്നതിന് മുന്നോടിയായി തെക്കൻ ലെബനനിലെ 5 പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിർദ്ദേശം നൽകിയിരുന്നു. ആരാംത, മഷ്ഗറ, കഫർ ഹവന, സജൌദ്, അൻസാരിയ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളോടാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഈ മുന്നറിയിപ്പ് വന്ന് തൊട്ടു പിന്നാലെയാണ് നഗരത്തിൽ ഇസ്രായേൽ മാരകമായ വ്യോമാക്രമണം നടത്തിയത്. പ്രദേശത്ത് ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് സൈനിക വാഹനത്തിന് നേരെയുള്ള ഈ ആക്രമണം. അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ഹിസ്ബുള്ളയും ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായി തുടരുകയാണ്. ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഇസ്രായേലിന്റെ ഈ നടപടിയെ പരസ്യമായി അപലപിച്ചു. വടക്കൻ ഇസ്രായേൽ അതിർത്തി പ്രദേശമായ സാരത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഇസ്രായേൽ സൈനികർ നിലയുറപ്പിച്ചിരുന്ന തെക്കൻ ലെബനനിലെ ഒരു പ്രദേശത്തിന് സമീപം ഒരു പൈലറ്റില്ല വിമാനം തകർത്തിട്ടതായും IDF അറിയിച്ചു. ഡ്രോൺ തകർന്നു വീണതിനെ തുടർന്ന് ആർക്കും പരിക്കേറ്റതായി റിപ്പോർട്ടുകളില്ല. മേഖലയിലെ സൈനിക പോരാട്ടങ്ങൾക്കൊപ്പം ലെബനനും ഇറാനും തമ്മിലും നയതന്ത്രപരമായ തർക്കങ്ങളും രൂക്ഷമാകുകയാണ്. അമേരിക്കയുമായിട്ടുള്ള ചർച്ചകളിൽ ഇറാൻ ലെബനനെ ഒരു വിലപേശൽ ഉപാധിയായി ഉപയോഗിക്കുകയാണെന്ന ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണിന്റെ പ്രസ്താവനയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ശക്തമായി തള്ളിപ്പറഞ്ഞു. ഇറാന്റെ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വില നൽകേണ്ടി വരുന്നത് ലെബനൻ ജനതയാണെന്നായിരുന്നു പ്രസിഡന്റ് ഔണിന്റെ കുറ്റപ്പെടുത്തൽ. വെള്ളിയാഴ്ച ലെബനൻ പ്രസിഡന്റ് നടത്തിയ ഈ പരാമർശങ്ങൾക്ക് മറുപടിയായിട്ടാണ് ഇറാൻ വിദേശകാര്യമന്ത്രി രംഗത്തെത്തിയത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. മിസ്റ്റർ ഔണിന്റെ പരാമർശങ്ങൾ കേട്ടാൽ തോന്നുക ഇറാനാണ് ലെബനന്റെ 5-1 ഭാഗം കൈയടക്കി വെച്ചിരിക്കുന്നതെന്നും 4-1 ലെബനൻ ജനതയെ കുടിയൊഴിപ്പിച്ചതെന്നും അദ്ദേഹത്തിന്റെ രാജ്യത്ത് ദിവസേന ബോംബാക്രമണം നടത്തുന്നതെന്നതൊക്കെയാണ്. ലെബനൻ ഇറാന്റെ ഒരു ഉപാധിയായിരുന്നുവെങ്കിൽ വളരെ മുൻപ് തന്നെ ഞങ്ങളൊരു കരാറിലെത്തുമായിരുന്നു. പ്രസിഡന്റ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുവിൽ നിന്ന് ലെബനനെ രക്ഷിക്കുമെന്നാണ് അരാക്ചി എക്സിൽ കുറിച്ചത്.